Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT Class 10 Chapter 5 Trigonometry. We are continuing the chapter. Next topic is Triangle and a Circle. അപ്പോൾ ഒരു സർക്കിളിൽ ഒരു ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുക. ട്രയാങ്കിൾ ABC is inscribed in a circle. The length of any chord, അപ്പോൾ ഈ കോഡ് BC എന്ന് പറയുന്ന കോഡ് is double the product of the radius and the sine of half of the central angle. So ഇവിടെ ആംഗിൾ A ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ആംഗിൾ A ആണെങ്കിൽ ഈ BC എന്ന് പറയുന്ന കോഡ് നമുക്കറിയാം BOC എന്ന് പറയുന്ന ആംഗിൾ 2A ആയിരിക്കും. ഈ ആംഗിളിൻ്റെ ഡബിളാണ് സെൻട്രൽ ആംഗിൾ വരിക. അപ്പോൾ BC എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് എന്താണ് വരിക? ലെങ്ത് ഓഫ് കോഡ് BC ഈസ് ഈക്വൽ ടു 2R ഇൻറ്റു സൈൻ A. സോ ഈ കോഡ് BC എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് A എന്ന് പറയുന്ന ആംഗിൾ. അതിൻ്റെ സെൻട്രൽ ആംഗിൾ 2A ആണ്. അപ്പോൾ ഈ BC എന്ന് പറയുന്ന കോഡ് ദ ലെങ്ത് ഓഫ് എനി കോഡ് ഈസ് ഡബിൾ ദ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയസ്, അതാണ് 2R, ഡബിൾ ദ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയസ് ആൻഡ് ദ സൈൻ ഓഫ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ 2A ആണ്, അതിൻ്റെ പകുതിയാണ് A. അപ്പോൾ സൈൻ ഓഫ് A. സോ ഓപ്പോസിറ്റ് ടു ആംഗിൾ A ആ സൈഡാണ് 2R സൈൻ A. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ടു ആംഗിൾ C എന്തായിരിക്കും? ആംഗിൾ സിയുടെ ഓപ്പോസിറ്റുള്ള സൈഡിന് എന്താ പറയുക? 2R സൈൻ C. ആൻഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ B, ഓപ്പോസിറ്റുള്ള ആംഗിൾ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ B എന്ന് എന്താ പറയുക? 2R സൈൻ B. സോ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണ് BC. ആ BCക്കാണ് നമ്മൾ 2R സൈൻ A. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ A ഇസ് 2R സൈൻ A. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ B ഇസ് 2R സൈൻ B. ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ C ഇസ് 2R സൈൻ C. സോ ഇത് യൂസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഇസ് പേജ് നമ്പർ 114 ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ്. പേജ് നമ്പർ 114. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the figure shows a triangle and its circumcircle and its circle. What is the radius of the circle? What is the radius of the circle? ഇപ്പോൾ ഫിഗർ തന്നിരിക്കുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ABC ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന സൈഡ് 3 സെൻറ്റിമീറ്റർ, ഈ ആംഗിൾ 60 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ട്രയാങ്കിൾ ABC. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന് നമ്മൾ എന്താ പറയുക? 2R സൈൻ A. സിൻസ് ഇവിടെ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് BCയുടെ ലെങ്ത് BCക്ക് നമുക്ക് 2R സൈൻ A എന്ന് പറയുന്ന ആംഗിളാണ് 60 ഡിഗ്രി. So BC is the same as 2R sin A and BC എത്ര തന്നിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താ നമ്മൾ കാണേണ്ടത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് കാണേണ്ടത്. സോ 2R ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ √3/2. സൈൻ 60 is √3/2 is equal to R. ആ സൈൻ 60യുടെ വാല്യൂ എവിടുന്നാണ് കിട്ടിയത്? നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൈൻ 60യുടെ വാല്യൂ സൈൻ 30, സൈൻ 45, സൈൻ 60, കോസ് 30, കോസ് 45ൻ്റെ ഒക്കെ വാല്യൂസ് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അവിടുന്ന് സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് ഇസ് R? R is equal to 3 divided by √3. ഈ 3 എന്ന് പറയുന്നത് √3 ഇൻറ്റു √3 ആണ് 3 ഡിവൈഡഡ് ബൈ √3. സോ ഒരു 3 ക്യാൻസൽ ചെയ്താൽ വാട്ട് ഇസ് ദ റേഡിയസ്?
√3. ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് എല്ലാം സെൻറ്റിമീറ്ററിലാണ്. സോ √3 centimeter is the radius of the given circle. Now question number 2. What is the circumradius? What is the circumradius of an equilateral triangle of sides 8 centimeter? What is the circumradius of an equilateral triangle? So അവിടെ ഒരു equilateral triangle ആണ്. So the figure ഒരു സർക്കിളിൽ ഒരു equilateral triangle ആണ് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഓരോ ആംഗിൾ 60ആണ്. ഈ ആംഗിൾ 60, എല്ലാ ആംഗിൾസും 60 ആണ്. പിന്നെ എല്ലാ സൈഡ്സും തന്നിട്ടുണ്ട് 8 centimeters. ഈ സൈഡ് 8, എല്ലാ സൈഡ്സും 8 ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. ആൻഡ് ഇതിനെ നമുക്ക് ABC ആയിട്ട് മാർക്ക് ചെയ്യാം. സോ BCയുടെ ലെങ്ത് എന്താണ്? ഓപ്പോസിറ്റ് ടു ആംഗിൾ A. ആംഗിൾ A 60 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് ടു ആംഗിൾ A എന്ന് പറയുന്നത് എന്തായിരുന്നു? 2R sin A. So BC is equal to 8 is equal to 2R sin A. A എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി. സോ 2R sin 60 ഡിഗ്രി is equal to 8. Sin 60 എത്രയാ? √3/2. So 2R into √3/2 is equal to 8. So cancelling 2 cancel ചെയ്ത് കഴിഞ്ഞാൽ R is equal to 8/√3. ഈ ഡിനോമിനേറ്ററിൽ √3 വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിലും താഴെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്ക്വയർ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് 8√3 divided by 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ √3യുടെ വാല്യൂ 1.73 ആണ്. സോ 8 into 1.73 divided by 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.61. അത്രയും സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 8√3/3 എഴുതിയാലും കുഴപ്പമില്ല. Now next question. Question number 3. The figure shows a triangle and its circumcircle. A triangle and its circle. First question. Compute the diameter of the circle. Compute the diameter. Compute the diameter of the circle. Second question. Compute the lengths of the other two sides. Lengths of the other two sides. Lengths of the other two sides of the triangle. So തന്നിരിക്കുന്ന ഫിഗർ ഒരു സർക്കിളും ഒരു ട്രയാങ്കിൾ. അവിടെ ഈ ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ദിസ് ആംഗിൾ ഇസ് ഗിവൺ ആസ് 50 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രി. ആൻഡ് ദിസ് സൈഡ് ഇസ് 4 centimeter. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2R ആണ് ഡയമീറ്റർ. സോ ലെറ്റ് ദിസ് ബി ABC. സോ ഈ സൈഡ് BCക്ക് പറയുന്നത് എന്താണ്? BC is the same as 2R sin A. That is given as 4. ഇപ്പോൾ BC എന്ന് പറയുന്നത് 2R sin A ആണ്. അത് തന്നിരിക്കുന്നത് 4 ആയിട്ട് തന്നിട്ടുണ്ട്. We have to find out how much is 2R. 2R ആണ് കാണേണ്ടത് because diameter ആണ് കാണേണ്ടത്. So 2R into sin A എന്ന് പറയുന്ന ആംഗിൾ 70 ഡിഗ്രി is equal to 4. So how much is 2R? 2R is equal to 4 divided by sin 70. Sin 70യുടെ വാല്യൂ ആ ടേബിളിൽ നോക്കിയാൽ കാണാം. sin 70യുടെ വാല്യൂ 0.0
9397 ആണ് സൈൻ 70. ഇത് ഡിവിഷൻ ആയതുകൊണ്ട് ഇവിടെ 4 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. അതൊന്ന് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. സോ 4 ഡിവൈഡഡ് ബൈ 0.94 ദാറ്റ് ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 94. മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നൗ വി ക്യാൻ ഡിവൈഡ് ഇറ്റ്. സോ 400 ബൈ 94 എന്ന് പറയുന്നത് 4.25. ഇത് സാധാരണ ലോങ് ഡിവിഷൻ ചെയ്താൽ കിട്ടും. സോ ഡയമീറ്റർ, ഫസ്റ്റ് ആൻസർ ഇറ്റ് ഇസ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണ്. ദാറ്റ് ഇസ് 4.25. നൗ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. അവിടുത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ബാക്കിയുള്ള 2 സൈഡ്സ്. അപ്പൊ നമ്മൾ ബി സി വെച്ചിട്ടായിരുന്നു ഡയമീറ്റർ കണ്ടത്. ഇനി കാണേണ്ടത് എ ബിയും കാണണം, എ സിയും കാണണം. ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ബി? എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ആംഗിൾ ആണ് 60. സോ ഈ സൈഡിന് നമ്മൾ എന്താ പറയുക? 2r സൈൻ 60. സോ എ ബി ഈസ് ഈക്വൽ ടു 2r സൈൻ 60. 2r എന്ന് പറയുന്നത് 4.25 ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. √3/2. പിന്നെ √3യുടെ വാല്യൂ 1.73. ഇപ്പം സിംപ്ലിഫൈ ചെയ്താൽ 4.25 ഇൻറ്റു √3/2 ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കത് കിട്ടുക 3.68. അത് √3യുടെ വാല്യൂ 1.73, 4.25 ഇൻറ്റു 1.73 7.35 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 3.68. ദെൻ അതിലത്തെ നെക്സ്റ്റ് സൈഡ് ആണ് എ ബി കഴിഞ്ഞാൽ മറ്റേ സൈഡാണ് എ സി. എ സി ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്? ഇവിടെ 50 ഡിഗ്രി ആണ്. സോ ദിസ് സൈഡ് വിൽ ബി 2r സൈൻ 50. സോ 2r സൈൻ 50 ദാറ്റ്സ് ഈക്വൽ ടു 4.25. 2r എന്ന് പറയുന്നത് 4.25 ആൻഡ് സൈൻ 50 ഡിഗ്രി ഈസ് 0.766. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.26. ഓക്കെ, ഗിവൺ ഇൻ സെന്റിമീറ്റർ. അപ്പോൾ അവിടുത്തെ എല്ലാ സൈഡും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. എ സർക്കിൾ ഇസ് ടു ബി ഡ്രോൺ. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ passing through the ends of a line. Passing through the ends of a line. Ends of a line 5 centimeters long. 5 centimeters long and the angle on the circle on one side of the line should be 80 degree. Should be 80 degree. What should be the radius of the circle? What should be the radius of the circle? A circle is to be drawn passing through the ends of a line. അപ്പോൾ ഒരു ലൈനിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. സോ ഇങ്ങനെ ഒരു ലൈനിലൂടെ 2 അറ്റത്തൂടെയാണ് സർക്കിൾ പാസ് ചെയ്യുന്നത്. 5 centimeters long. This length is 5 centimeter. And the angle on the circle on one side of the line. So, one side of the line, the angle is 80 degree. So, this angle is given as 80 degree. What should be the radius of the circle? So, the opposite side is 2r sin 80. The angle A, B, C angle. BC is the same as 2r sin 80. 2r sin 80 is 5. We have to find out what is the radius of the circle. അപ്പോൾ റേഡിയസ് കാണണമെങ്കിൽ എന്താ ഇവിടെ കാണേണ്ടത്? 6 കാണണം. സൈൻ 80 നമ്മുടെ ടേബിൾ യൂസ് ചെയ്തിട്ട് സൈൻ 80യുടെ വാല്യൂ കാണുക
2r is equal to 5 divided by sin 80. Sin 80 എന്ന് പറയുന്നത് 0.9848 ആണ്. So how much is r? R is equal to 5 divided by 0.9848 into 2. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മളത് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. സോ ദിസ് 5 ഡിവൈഡഡ് ബൈ ഇതിന് നമ്മൾ 0.9998 ഇൻറ്റു 2 98 into 2. That's equal to 500 divided by 98 into 2. So ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. This is 250 divided by 98. അത് സിംപ്ലിഫൈ ചെയ്ത് ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.54. That much centimeter is the radius. ഇനി അതിലത്തെ ഫിഫ്ത്ത് question number 5. The picture below shows part of a circle. The picture below shows part of a circle. What is the radius? What is the radius of the circle? ക്വസ്റ്റ്യനിൽ ഒരു ഭാഗമാണ്, സർക്കിളിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെയാണ്. അതിൽ ഒരു പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കാണിച്ചിട്ടുള്ളൂ അവിടെ. ആൻഡ് ദിസ് ആംഗിൾ ഇസ് ഗിവൺ ആസ് 140. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ വരെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് ഈ സർക്കിൾ അങ്ങ് ഫുള്ളാക്കുക, കംപ്ലീറ്റ് ആക്കുക. സോ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു ആംഗിൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. ആൻഡ് ഗിവൺ ദാറ്റ് ഇവിടെ 140 തന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ ലെറ്റ് ദിസ് ബി എ ബി സി. സോ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ബി. ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു 40 ഡിഗ്രി. റീസൺ എന്താണ്? ഇറ്റ് ഈസ് എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. is a cyclic quadrilateral. അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 40 ഡിഗ്രി ആവും. ഇനി എ സി എന്ന് പറയുന്നത് ഈ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എ സി. സോ ഈ സൈഡിന് നമ്മൾ പറയുന്നത് എന്താണ്? 2r സൈൻ ബി. കാരണം 40ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എ സി. എ സിയുടെ ലെങ്ത് 8 ആണ്. സോ 2r സൈൻ ബി ഈസ് ഈക്വൽ ടു 8 ആൻഡ് ദാറ്റ് ഈസ് 2r സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 8. സോ ഇവിടെ കാണേണ്ടത് റേഡിയസ് കാണണം. സോ 2r ഇൻറ്റു സൈൻ 40യുടെ വാല്യൂ 0.6428 ഈസ് ഈക്വൽ ടു 8 or r is equal to 8 divided by 2 into 0.64. So that is equal to 8 divided by, the multiply ചെയ്യുമ്പോൾ 8 to 1.28 or it is the same as, അത് മുകളിലും താഴെയും ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് r is equal to 800 divided by 128. And 800 by 128 is long division ചെയ്യുമ്പോൾ 6.25. That much centimeter. But that is the radius. Now next one, question number 6. A regular pentagon is drawn with all its vertices on a circle
of radius 15 centimeters. Calculate the length of the sides. Calculate the length of the sides. Length of the sides of this pentagon. Of this pentagon. So a regular pentagon is drawn with all its vertices on a circle. ഒരു സർക്കിളിൽ ഒരു പെൻറ്റഗൺ വരയ്ക്കുക. അതിൻ്റെ എല്ലാ വെർട്ടിസസും ഓൺ ദ സർക്കിളാണ്. ആൻഡ് ഇറ്റ് ഇസ് എ റെഗുലർ പെൻറ്റഗൺ. ഒരു റെഗുലർ പെൻറ്റഗൺ ആണ്, എല്ലാ സൈഡ്സും സെയിം ആണ്. ആൻഡ് ലെറ്റ് ദിസ് ബി ABCDE. And radius is 15 centimeter. Radius 15 centimeter ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് 15 ആണ് റേഡിയസ്. സെയിം വേ ഈ ലെങ്ത്തും 15 ആണ്. അപ്പോൾ എവിടേക്ക് എടുത്താലും അതിൻ്റെ ആംഗിൾസ് എല്ലാം അതിൻ്റെ റേഡിയസ് ഒക്കെ 15 ആണ്. സെൻറ്റർ തൊട്ട് സെൻറ്റർ O ആണെങ്കിൽ OC, OD, OE, OA, OB ഒക്കെ 15 സെൻറ്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് പെൻറ്റഗൺ. അപ്പോൾ ഈ പെൻറ്റഗണിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത്. സോ ഇവിടെ നമുക്ക് അറിയാവുന്നത് ഓരോ ആംഗിൾസും റെഗുലർ പെൻറ്റഗണിൽ ഓരോ ആംഗിൾസും എത്രയായിരിക്കും? ഓരോ ആംഗിൾസും 108 ഡിഗ്രിയാണ്. പെൻറ്റഗണിൻ്റെ ഓരോ ആംഗിൾസ് 108 ഡിഗ്രിയാണ്. സോ അതേപോലെ തന്നെ ഇവിടെയും 108 ആണ്. സോ അതിൻ്റെ പകുതിയാണ് 54 ഡിഗ്രിയാണ് ഇവിടെ വരിക. ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ 54 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് 15. നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? ലെങ്ത് ഓഫ് CD ആണ് കിട്ടേണ്ടത്. സോ ഇതിനകത്തുനിന്ന് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ H മാർക്ക് ചെയ്യാം. സോ ഹൗ മച്ച് ഇസ് H? ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഈ OHും അല്ലെങ്കിൽ എങ്ങനെയാണ് HDയും കണ്ടുപിടിക്കുക? ഈ 54 ഡിഗ്രിയുടെ എഡ്ജസൻറ്റ് സൈഡാണ് HD ആൻഡ് OD ആണ് അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ എഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആ റേഷ്യോ ആണ് cos 54. ആ 54 ഡിഗ്രിയുടെ എഡ്ജസൻറ്റ് സൈഡാണ് HD ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ് ആണ് 15. സോ cos 54 is equal to HD divided by OD, or it is adjacent side by hypotenuse. So cos 54 is equal to adjacent side HD by hypotenuse 15. So HD is equal to 15 into cos 54 in the value 0.5878. ആ ടേബിൾ നോക്കിയാൽ കാണാം cos 54. So how much will be HD? HD is equal to 15 into 0.5878. So how much is CD? CD യുടെ ലെങ്ത് എന്തായിരിക്കും? CD എന്ന് പറയുന്നത് 2 times ആണ് അല്ലേ? CD is equal to 2 times of HD. കാരണം ഈ രണ്ട് ലെങ്ത്തും സെയിം ആണ്. So that is equal to 2 into 15 into 0.5878. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 into 0.5878 എന്ന് പറയുന്നത് 1.7644 സെൻറ്റിമീറ്റർ. അത്രയാണ് CD. അതായത് ഓരോ സൈഡും റെഗുലർ പെൻറ്റഗണിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത്ത് 1.7644 ആണ്. സോ അത്രയും ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.